ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മുടെ മിക്ക വീടുകളിലും പ്രമേഹ രോഗികളില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. കടുത്ത പ്രമേഹ രോഗം മൂലം ശരീരം ശോഷിച്ച് കവളുകൾ ഒട്ടി വലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും എത്ര കഴിച്ചിട്ടും എന്ത് കഴിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല, ശരീരത്തിന് വണ്ണമില്ല, കവളുകൾക്ക് തുടിപ്പില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യമാണ്. പരസ്യങ്ങളുടെ പുറകെ പോയിട്ട് സൗന്ദര്യ വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് അതൊക്കെ ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യം തരുന്ന ഒരു കെമിക്കലും ചേരാത്ത നല്ലൊരു ലേഹ്യം നമ്മുടെ കൈകൊണ്ട് നമുക്ക് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി ബദാം ലേഹ്യം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ബദാം ലേഹ്യം തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചേരുവകൾ വേണം. ഈ ഒരു ലേഹ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഒരു 1/4 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി ഇവിടെ എടുത്തിട്ടുള്ളത് അമുക്കരമാണ്. ആരോഗ്യം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് അമുക്കരം. ശരീര സൗന്ദര്യം കൂട്ടാനും സ്ത്രീകൾക്കുണ്ടാവുന്ന അസ്ഥിസ്രാവം കുറക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അമുക്കരം അശ്വഗന്ധം എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറുത്തെള്ളാണ്. തലമുടിയുടെ വളർച്ചയ്ക്കും ശരീരാരോഗ്യത്തിനും എള്ള് വളരെ ഗുണകരമാണ്. ഇനി നമ്മുടെ ലേഹ്യത്തിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഈ ഒരു ലേഹ്യം പ്രമേഹ രോഗികൾക്ക് വരെ കഴിക്കാവുന്ന വിധത്തിലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കറുത്ത മുന്തിരിയാണ്. ശരീരത്തിന് നിറം നിലനിർത്താനും മലബന്ധം തടയാനും വളരെ സഹായകരമാണ്. ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഈത്തപ്പഴമാണ്. അയൺ കണ്ടന്റിന്റെ ഉറവിടമായ ഈത്തപ്പഴം. നമുക്ക് ഈ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെക്കണം. ഇനി വേണ്ടത് കശുവണ്ടിയാണ്. ഹൃദയാരോഗ്യത്തിനും അർബുദം ചെറുക്കാനും പ്രമേഹ സാധ്യത വളരെ തന്നെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബദാം പരിപ്പാണ്. ബദാം നിത്യവും കഴിച്ചാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സൗന്ദര്യം നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലേഹ്യത്തിലേക്ക് ഇത്രയും ചേരുവകളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ കുതിർത്താനും കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുവാണ്. 2 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് കുതിർത്തിയെടുക്കണം. 2 മണിക്കൂർ നേരം അമുക്കരം കുതിർത്തി കഴിഞ്ഞാൽ ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചുകൂടെ വെക്കണം. തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് കുതിർന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ അമുക്കരം 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ച് 1 ലിറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ചേരുവകളും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാം. ആദ്യം തന്നെ കാഷ്യൂസ് അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബദാം പരിപ്പ് അരച്ച് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഈത്തപ്പഴവും കറുത്തെള്ളും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറുത്ത മുന്തിരി കൂടി അരച്ചതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അമുക്കരം വെള്ളം വെച്ചിട്ട് മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയും കൂടെ ഒഴിച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അമുക്കരം വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്തിയ വെള്ളവും നമ്മൾ അരക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു നാളികേരം നമുക്കൊന്ന് തിരുമ്മി പിഴിഞ്ഞ് വെക്കണം. 250 മില്ലി ഒന്നാം പാലും 500 മില്ലി രണ്ടാം പാലുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കുടൻ തന്നെ ബദാം ലേഹ്യം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അതിനുശേഷം അരച്ചെടുത്തിട്ടുള്ള ചേരുവകൾ നമുക്ക് ഉരുളിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 500 മില്ലി അളവാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. നല്ലവണ്ണം യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള എല്ലാ ചേരുവകളും തേങ്ങാപ്പാലുമായിട്ട് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊക്കെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് കൈയെടുക്കാതെ വേണമെന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. നമ്മളിന്ന് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ പാകത്തിനാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കി എടുക്കുന്നത്. പ്രമേഹം മൂലം ശരീരം ശോഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ലേഹ്യം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണേ. ഇനി നമ്മുടെ ലേഹ്യത്തിലേക്ക് ചേർക്കാനായിട്ട് 200 മില്ലി അളവുള്ള ഒരു നെയ്യ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ലേഹ്യം നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റടി തന്നെ ചേർക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് നെയ്യ് ചേർക്കാനായിട്ടും. ഒറ്റടിക്ക് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ലേഹ്യം തുള്ളി തിളയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം തെറിച്ച് പുറത്തേക്ക് പോവാനൊക്കെ സാധ്യത കൂടുതലാണ്.
ഇനിയിപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്തിട്ടില്ല നെയ്യും ലേഹ്യവുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെയും നമുക്ക് ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം. നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകൂടി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പനം കൽക്കണ്ടമാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കരിപ്പെട്ടി ചേർക്കാം, ശർക്കരയും ചേർക്കാം. പക്ഷേ ഞാനിത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് പനം കൽക്കണ്ടവും ഈത്തപ്പഴവും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു അളവുകൾക്ക് ആവശ്യമായ മധുരം മാത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരത്തിൽ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ മധുരമൊക്കെ ചേർക്കാവുന്നതുമാണ്. ഇനി നമ്മുടെ ലേഹ്യത്തിലേക്ക് ഒരു നുള്ളുപ്പ് ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം ഒന്നുകൂടെ കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച പൊടി ചേർക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. വീണ്ടും ഇതെല്ലാം ഒന്നുകൂടി വറ്റി കുറുകി പാകമായി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഇരിക്കണം. ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ആകെ കൂടിയുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് മാത്രമാണ്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കയ്യിലേക്ക് തുള്ളി തിളച്ചൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് തീ കൂട്ടിയും കുറച്ചും വെച്ച് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ ലേഹ്യം ഒന്നുകൂടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചേർത്തിട്ടില്ല 1-ാം പാലും ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം വീണ്ടും കുറുകി കിട്ടണം. അതുവരെയും നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് വറ്റി കുറുകി വരട്ടെ. അതുവരെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചും നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ലേഹ്യം പാകമായി വരുമ്പോൾ നല്ല കട്ടിയായിട്ടൊക്കെ വരും. നമ്മൾ ഇത്രയും നേരം ഇളക്കി കൊടുത്തപ്പോൾ നല്ല ലൂസായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നല്ല കട്ടിയായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലേഹ്യം നല്ല കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കുറച്ചുകൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ നെയ്യും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലേഹ്യം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി കട്ടിയായി വരണം. അതുപോലെ തന്നെ നമ്മുടെ ലേഹ്യത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായും വരണം. ഇനി ഇതിലേക്ക് നമ്മുടെ ലേഹ്യത്തിന് ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് 3 സ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ജീരകപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ലേഹ്യത്തിന്റെ പാചകം ഞാനിവിടെ തുടങ്ങിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ ലേഹ്യം ഒന്ന് നടുഭാഗത്ത് നിന്നൊക്കെ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ പലതരം ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോയിലും ലേഹ്യത്തിന്റെ പാകം എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ലേഹ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പാത്രത്തിന്റെ താഴെ ഭാഗം കാണാൻ സാധിക്കും. തവി കൊണ്ട് കോരി നോക്കുന്ന സമയത്ത് ഒന്ന് മുറിഞ്ഞു വീഴുന്നതാണ് ഇതിന്റെ കറക്റ്റായിട്ടുള്ള പാകവും. അതുപോലെ തന്നെ നടുഭാഗത്തൂടെ തവി വെച്ചിട്ടൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ നടുഭാഗത്തു നിന്ന് വിട്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഒന്ന് ആയും വരും. അതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പാകം. ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ചില്ലു കുപ്പികളിലാക്കിയിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ലേഹ്യം വരട്ടിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലേഹ്യം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും നിത്യവും 2 സ്പൂൺ വീതം രാവിലെയും വൈകിട്ടും കഴിക്കുവാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നമ്മുടെ ശരീര ക്ഷീണമൊക്കെ മാറിക്കിട്ടും. ശരീരത്തിന് വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ലേഹ്യം കഴിക്കുമ്പോൾ എരിവും പുളിയും കുറച്ച് വേണം കഴിക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഇതുപോലുള്ള പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.